We will now move to the keynote address, which is what we've been waiting for. It is my great privilege to invite Reverend Jijo P. Sunny, Vicar of San Francisco Marthoma Church, to address this gathering. Achin was ordained as a priest of the Marthoma Church in 2016. Since then, he's ministered in various parishes and served in several key roles, including Assistant Secretary of the Marthoma Yuvajana Sakyam Missionary Sakyam Gramam in Andhra Pradesh and Principal of 2 mission schools under the Southern Travancore Mission. He holds a Bachelor of Degree from the Marthoma Theological Seminary, Kottayam, and Bachelor of Education. As Elsie Auntie mentioned, Achin is a talented singer, composer, and lyricist who effectively incorporates music into his ministry. He's supported in his ministry by his wife, Biji Kochama, and their daughter, Hannah. As you all know, Achin is a dynamic speaker who has a deep passion for God's work. Though young, he serves with great fervor and dedication in his ministry. We've had the joy of seeing Achin with us on several occasions at the MTVA conference and for us, Horeb. We saw him at Pulpit Exchange last week. Achin, you truly are family to us. We are absolutely delighted to have you today, and we are looking forward to hearing from the Word of God. Praise the Lord. First of all, I thank to God for standing me here as a main speaker of Western Region Sevika Sangam Conference. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്നെനിക്ക് ഇത്രയും ശബ്ദമുയർത്തി ഇവിടെ ഈ മെസ്സേജ് കൊടുക്കാൻ സാധിക്കുമെന്ന്. 2 ദിവസത്തിന് മുൻപാണ് ഞാൻ ലോസ് ആഞ്ചലസിൽ കടന്നു വന്നത്. ഫ്ലൈറ്റ് കയറുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ കയറി ഇറങ്ങി ഇവിടെ എത്തിയിടം തൊട്ട് എൻ്റെ ത്രോട്ട് പ്രശ്നമായി. കഴിഞ്ഞ ദിവസം എനിക്കൊരു ശബ്ദവും ഇല്ലായിരുന്നു. സംസാരിക്കുമ്പം എയർ മാത്രമായിരുന്നു വരുന്നത്. എന്നാൽ എന്നെക്കാട്ടി വലിയൊരു സ്പീക്കർ, മിടുക്കിയായൊരു സ്പീക്കർ എനിക്ക് ശേഷം വരുന്നുണ്ട്. പ്രിയപ്പെട്ട ബിൻസി കൊച്ചമ്മ. അക്ഷരാർത്ഥത്തിൽ ബിൻസി കൊച്ചമ്മയാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള സ്പീക്കർ. കാരണം കഴിഞ്ഞ 2 ദിവസവും എനിക്ക് വേണ്ട മെഡിക്കൽ കെയർ തന്നത് പ്രിയപ്പെട്ട ബിൻസി കൊച്ചമ്മയാണ്. വന്ന സമയം മുതൽ ആവശ്യമായ മെഡിസിൻസൊക്കെ തന്ന് ഇന്നിവിടെ ബലപ്പെടുത്തി നിർത്തിയതും പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ ശുശ്രൂഷയൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട സിബിൻ ഡി വർഗീസ് അച്ഛൻ, അച്ഛൻ സിജു അച്ഛൻ, ജോൺ പി ജോയി അച്ഛൻ, ഞങ്ങളെല്ലാവരും ഒരു കാലഘട്ടങ്ങളിൽ സെമിനാരിയിൽ പഠിച്ചവരാണ്. എൻ്റെ സീനിയറിൻ്റെ സീനിയർ, സൂപ്പർ സീനിയർ. ഇങ്ങനെ ചേട്ടന്മാരുടെ ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ചേട്ടന്മാരുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ അനിയന് കുറച്ചൊരു വിറയലും പേടിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഈ സെമിനാരിയിൽ വർഷിപ്പുണ്ട്. വർഷിപ്പിന് പോകുമ്പോഴാണ് ആദ്യമേ വർഷിപ്പ് എടുക്കുന്ന ആൾക്ക് എല്ലാവരും പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ തിരിച്ചവർക്കാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്. പ്രിയപ്പെട്ട കൊച്ചുമ്മനച്ഛൻ, അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ ഒരു പിൻഗാമിയാണ് ഞാൻ. വർക്കലയിൽ അച്ഛൻ്റെ ആദ്യകാല മിഷൻ പ്രവർത്തനങ്ങൾ ആ ദേശത്തിനൊരു അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ചും ക്രൈസ്തവരല്ലാത്ത ആളുകളുടെ ഇടയിൽ അച്ഛൻ ചെയ്തതായ ശുശ്രൂഷകൾ വർഷങ്ങൾക്ക് ശേഷം ഇന്നും അവർ ഓർത്തിരിക്കുന്നു. അച്ഛന് ശേഷം തുടർന്ന് എനിക്കും അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു. ചെന്ന നാൾ മുതൽ കേൾക്കുന്ന പേരാണ് കൊച്ചുമ്മനച്ഛൻ. അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കി, പക്ഷേ കണ്ടില്ല. കണ്ടത് അമേരിക്കയിൽ വന്നപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ അച്ഛനെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. താങ്ക് ഗോഡ് ഫോർ ദീസ് അച്ഛൻസ് വാല്യുബിൾ സർവീസ് ഇൻ ദിസ് ഏരിയ. എനിക്ക് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഡോക്ടർ എൽസി ആൻറ്റി, വളരെ മനോഹരമായ സ്വാഗതങ്ങൾ കേൾക്കാനിടയായി. പ്രത്യേകം നല്ല വാക്കുകൾ പറഞ്ഞതിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ കോൺഫറൻസിന് വേണ്ടി സെലക്ട് ചെയ്തതിൻ്റെ കൺവീനറായിട്ടുള്ള സൂസൻ ആൻറ്റിയാണ്.
ഞാൻ ആലോചിച്ചു, ഇത്രയും മിടുക്കന്മാരായിട്ടുള്ള ഈ അച്ഛന്മാർ ഈ റീജിയനിലുണ്ടായിട്ട് എന്നെ ഇതിനെ സെലക്ട് ചെയ്തതെന്ന്. എങ്കിലും ഈ എളിയവനായ എന്നെ സെലക്ട് ചെയ്തതിൽ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, തിരുവചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ കാതുകളെയും ഒരുക്കണമേ. വചനം കേൾക്കുമ്പോൾ നിന്നിൽ ആഴമായി വിശ്വസിച്ച്, നിന്നിൽ ആഴമായി അറിഞ്ഞ്, നിന്നിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയെല്ലാം നീ മായ്ക്കണമേ. നിൻ്റെ നിറവുകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. For reading and meditation for today's scripture portion is taken from the book of Genesis chapter 16, verses 13 and verses 13. Anybody can read Genesis chapter 16, verses 13. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. Today we gather here not merely as a woman, but as mothers, daughters, caregivers, and faith bearers. In every generation, God has used women to shape families, nations, and destinies. In this world, we can see that technologically has advanced. Society has changed, but the heart of a mother remains the most powerful shaping force in human history. Here, the Bible gives us 3 women: Hagar, Hannah, and Mary. Each in different social locations. Each woman facing different pain, but all transformed by faith and prayer. And although them God teaches as a profound truth. ഇന്ന് 3 വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഹന്ന, ഹാഗാർ, മേരി, മറിയ. ഈ 3 പേരുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ 3 കാര്യങ്ങൾ പ്രാരംഭമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. When a woman prays, a generation is protected. ഒരു സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾ സംരക്ഷിക്കപ്പെടുന്നു. When a mother believes, a nation shaped. ഒരമ്മ വിശ്വാസമർപ്പിക്കുമ്പോൾ ഒരു ദേശം, ഒരു ജാതി രൂപപ്പെടുന്നു. When a woman surrender, God's future is birthed. അത് മറിയയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാം. ഒരു സ്ത്രീ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനനം ഉടലെടുക്കുന്നു. Here today, this talk is a journey through the scripture, history, culture, and theology to understand how mothers shape generation through faith and prayer. 3 പില്ലേഴ്സിനെ കുറിച്ചാണ് ആദ്യമേ നിങ്ങളുമായി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. The sermon stands on 3 theological pillars. First one is divine seeing, El Roi. God sees the invisible, the forgotten, the rejected. This is the theology of Hagar. ഹാഗാറിൻ്റെ ദൈവശാസ്ത്രത്തെ നാം കാണുമ്പോൾ അദൃശ്യരായവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും വേദനിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും ദൈവം കാണുന്നു എന്ന ദൈവശാസ്ത്രത്തെ വെളിപ്പെടുത്തുന്നു. രണ്ടാമത്തെ പില്ലർ, ഡിവൈൻ ഹിയറിംഗ്, ക്ഷമ. God hears the cries, prayers, and groanings of his people. This is the theology of Hannah.
ജനങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കണ്ണുനീരും കാണുന്നതായ ഒരു ദൈവം ഹന്നായുടെ ദൈവശാസ്ത്രത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നു. ദെൻ തേർഡ് വൺ ഈസ് ഡിവൈൻ ഓവർഷാഡോയിങ്. ദൈവം മറവായി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുന്നവരെ ദൈവം ഉയർത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. ഇത് മറിയത്തിൻ്റെ തിയോളജി ഓഫ് മറിയ. ദിസ് മേരി, എ മദർ shape her child not by perfection but by faith, prayer and surrender. ഒരമ്മ തൻ്റെ മക്കളെ രൂപപ്പെടുത്തുന്നത് പെർഫെക്ഷൻ കൊണ്ടാകരുത്, മറിച്ച് വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടു കൂടിയായിരിക്കണം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ, ഒരു ജനറേഷനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ തൃശ്ശൂരിൽ കളക്ടറായ ഷിഖ സുരേന്ദ്രൻ, പുതുതായി ചാർജ് എടുത്ത ഷിഖ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് നിങ്ങളുമായിട്ട് ഞാൻ വായിക്കാം. ഷിഖ സുരേന്ദ്രൻ്റെ ഫാദർ പാരലൈസ്ഡായി കിടപ്പായി പോയി. അമ്മയാണ് വളർത്തിയത്. വളരെ കഷ്ടപ്പെട്ട് അമ്മ ഷിഖ സുരേന്ദ്രനെ പഠിപ്പിച്ചു. IAS-കാരിയായി ആദ്യത്തെ പോസ്റ്റിംഗ് തൃശ്ശൂർ കളക്ട്രേറ്റിൽ. ചാർജ് എടുക്കാൻ പോവുകയാണ് ഷിഖ സുരേന്ദ്രൻ. കുറിപ്പ് ഞാൻ വായിക്കാം. ചാർജ് എടുക്കുവാൻ കളക്ട്രേറ്റിലേക്ക് ഇറങ്ങുന്ന നേരം കാൽ തൊട്ട് തൊഴുതപ്പോൾ അമ്മ വിതുമ്പിയതിന് കാരണം അച്ഛൻ്റെ അഭാവമാണ്. ദ ആബ്സെൻസ് ഓഫ് ഹർ ഫാദർ. എന്നോടൊപ്പം ജില്ലാ കളക്ടറുടെ കാറിൽ കയറിയപ്പോഴും സങ്കടം കൊണ്ട് അമ്മ ഒന്നും മിണ്ടിയിരുന്നില്ല. അച്ഛൻ രോഗബാധിതനായപ്പോൾ ഏതാണ്ട് 20 വർഷം ഞങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കി അധ്വാനിച്ചത് അമ്മയാണ്. കമ്പനിയിൽ ഏറെ സമയവും നിന്നുകൊണ്ടുള്ള ജോലി ചെയ്ത് ക്ഷീണിതയായി വീട്ടിലെത്തുന്ന അമ്മയ്ക്ക് മക്കൾക്ക് ഉപദേശം നൽകുവാനോ പഠനത്തിലെ സംശയങ്ങൾ ദൂരീകരിക്കുവാനോ അറിയത്തില്ലായിരുന്നു. സിവിൽ സർവീസ് കോച്ചിങ്ങിന് കുടുംബശ്രീയിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് പഠിപ്പിച്ചാൻ അയച്ചു. വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി മറ്റൊരു ജോലിയോടൊപ്പം പഠിക്കാം എന്ന് കരുതിയപ്പോൾ പോലും അമ്മ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. സിവിൽ സർവീസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളിൽ നിന്നും ജില്ലാ കളക്ടറുടെ കസേരയിലേക്ക് എന്നെ എത്തിച്ചത് ഞാൻ വായിച്ചു പഠിച്ച പുസ്തകങ്ങളോ എഴുതി ശീലിച്ച ഉത്തരങ്ങളോ അല്ല, മറിച്ച് പഠിച്ചു മടുത്തിരിക്കുമ്പോൾ, ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കുമ്പോൾ, തോൽക്കും എന്ന ഭയന്നിരിക്കുമ്പോൾ എല്ലാം തൻ്റെ മകൾ അത് നേടിയെടുക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരമ്മയുടെ പ്രാർത്ഥനയാണ്. അമ്മ തൻ്റെ മക്കളെ രൂപപ്പെടുത്തുന്നത് പെർഫെക്ഷനോടെയല്ല, മറിച്ച് വിശ്വാസത്താലും പ്രാർത്ഥനയാലും സമർപ്പണത്താലുമാണ്. സോ ഇനി നമ്മുടെ തീമിലേക്ക് വരാം. The social background of women in the ancient Near East. ഹാഗാറിനെ കാണുകയാണ്. To understand Hagar, Hannah and Mary, we must understand the world they lived in. First one, the patriarchal society. In that time, women had limited or legal rights. Their identity was tied to her husband, father or master. സ്ത്രീകൾക്ക് നിയമപരമായ അവകാശങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടം. അവരെ അവരുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ യജമാനനോട് മാത്രം ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 2, barrenness was a social curse. മക്കളില്ല എന്നുള്ളത് ഒരു സാമൂഹിക ശാപമായി കരുതിയതായ ഒരു സോഷ്യൽ സ്ട്രക്ചർ.
3, സ്ലേവറി ആൻഡ് കൊക്കുമൈൻ, അടിമത്തം, ഉപഭാര്യത്വം. 4, ഹോണർ ആൻഡ് ഷെയിം കൾച്ചർ. സ്ത്രീയുടെ മാന്യത കുടുംബത്തിൻ്റെ മാന്യതയാണെന്ന് ഉള്ള ഒരു വലിയ സെറ്റപ്പായിരുന്ന ഒരു നാട്. 5, ദ മദർഹുഡ് വാസ് എ സേക്രഡ് കോളിംഗ്. മാതൃത്വം ഒരു വിശുദ്ധ വിളിയായി കണ്ടുകൊണ്ടിരുന്ന ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഇവിടെയാണ് ഈ 3 സ്ത്രീകളും ജീവിച്ച് വളർത്തപ്പെട്ടത്. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് 3 പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ടോക്കിലൂടെ 3 പേരൻറ്റിങ്ങിലാണ്. 3 വ്യക്തികളുടെ പേരൻറ്റിങ്. ഫസ്റ്റ് പേരൻറ്റിങ്, ഹാഗാർ parenting in pain. Hagar parenting in pain. Hagar's story, a theological and social analysis, we can see that Hagar appears two narratives. ഹാഗാറിൻ്റെ ജീവിതത്തിൽ 2 ഓട്ടങ്ങളെ നമുക്ക് കാണാം. When we read the book of Genesis 16, the first flight. When we read the book of Genesis 21, her second flight into the wilderness. 16-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വായിച്ചിട്ടുള്ളവരാ? എന്താ പറയുന്നത്? ഹാഗാർ അടിമയായിരുന്നത് കൊണ്ട്, സാറായോടൊപ്പം നിൽക്കാനൊക്കാത്തത് കൊണ്ട് ഓടിപ്പോകുന്ന ഒരവസ്ഥ. വീട്ടിൽ നിന്നും ഓടിപ്പോവുകയാണ്. ദൈവം അവളോട് സംസാരിക്കുന്നു, യു റിട്ടേൺ ടു ദ മാസ്റ്റേഴ്സ് ഹൗസ്. Then she came to her master's home. And then the Genesis chapter 21, we can see that അവൾക്കൊരു മകൻ ജനിച്ചു. അവിടെ സാറായിക്കും ഹാഗാറിനും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാനാകാത്തത് കൊണ്ട് മകനെയും കൊണ്ട് ഓടിപ്പോകുന്ന ഒരമ്മ. She is an Egyptian slave. She is a single mother. She is a migrant woman. She is a victim of patriarchy. She is a woman without voice. Her story in the story of millions of women today. ഇന്ന് ഈ ലോകത്തിലുള്ള ഒരുപാട് സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഹാഗാർ. പുറത്താർക്കും ഒരു കുഴപ്പമില്ല. ഉണ്ടോ? ഇല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഹാഗാറിൻ്റെ ജീവിതവും പേറി എത്ര ജീവിതങ്ങൾ എന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ഏകാകിനിവാസിയായ ജീവിതങ്ങൾ, ശബ്ദമില്ലാത്ത ജീവിതങ്ങൾ, ഒന്നും സംസാരിക്കാനേ പറ്റത്തില്ല. ഡോണ്ട് ഓപ്പൺ ദ മൗത്ത്. വിക്ടിം ഓഫ് പാട്രിയാർക്കി. ഇന്നും ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ കഥയാണ് ഹാഗാറിൻ്റെ ജീവിതം. ഇനി ജെനസിസ് ചാപ്റ്റർ 16 വരാം. Here we can see 2 major words. So first one is the Hebrew word El Roi, the God who sees. El Roi. The meaning of this word is God who sees me. This is the only place in Scripture where the human gives God's name. ദൈവത്തിന് പേര് നൽകുന്ന ഏക മനുഷ്യൻ ഹാഗാറാണ്. ദൈവം എന്നെ കണ്ടു. Through her painful experience, she realized the real love of God. She realized the real love of God. അവളുടെ വേദനയേറിയ ജീവിതാനുഭവത്തിൽ അവൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നതുകൊണ്ട് അവൾ പേരിട്ടു. എന്താണ്? The God who sees. എന്നെ കാണുന്ന ദൈവം. Not Moses, not Abraham, not David, but a slave woman. വിശ്വാസധീരന്മാരായ ആരുമല്ല പേരിട്ടത്. പക്ഷെ ആരായിട്ടത്? ആരാ? Only a slave woman. Then the second word we can see that Genesis chapter 21, the God who hear. ആദ്യമേ കാണുന്നത് the God who sees, എന്നെ കാണുന്ന ദൈവം. രണ്ടാമത്
The God who, verse 17 says, the Hebrew word Shama Elohim, God listen attentively. That is the meaning. Before Hagar prayed, God heard. Before she cried, God respond. എത്ര വലിയ കാര്യമാണ്. ഹാഗാർ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ദൈവം ഹാഗാറിനെ പ്രാർത്ഥനയെ കേട്ടു. ഹാഗാർ അവൾ കരയുന്നതിന് മുൻപേ എന്ത് ചെയ്തു? ദൈവം ഉത്തരം തന്നു. This is revealing the parenting theology. മാതൃത്വത്തിൻ്റെ ദൈവശാസ്ത്രത്തെ ഇവിടെ വിശദീകരിക്കുകയാണ്. I will tell you a truth. A mother's tears are prayers. ഒരമ്മയുടെ കണ്ണീരെന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രയർ. ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. അത് അക്ഷരാർത്ഥത്തിൽ കർത്താവ് പറയുന്നുണ്ട്. A mother's tears is a or prayers, and a child's cry is a sermon in heaven. ഒരു കുഞ്ഞിൻ്റെ നിലവിളി എന്ന് പറയുന്നത് സ്വർഗത്തിലെ പ്രസംഗമാണ്. God sees mothers who feel unseen. ആരും കാണുന്നില്ല എന്ന് തോന്നുന്ന അമ്മമാരെ പേടിക്കണ്ട, നിങ്ങളെ ദൈവം കാണുന്നുണ്ട്. താങ്ക് ഗോഡ് പറ. താങ്ക് ഗോഡ്. യാ. Then God hears children who feel unheard. ആരും കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന മക്കളെ ദൈവം കേൾക്കുന്നുണ്ട്. എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലല്ലോ, എൻ്റെ അപ്പൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ട്. God provides wells mothers cannot see. ഒരു വെല്ല് എന്ന് പറയുന്നത് വാട്ടർ അവിടെയുണ്ട്, ജീവനുണ്ട്. ആ ജീവൻ കിട്ടാത്ത സ്ഥലത്ത് അമ്മമാരത് കണ്ടില്ല എങ്കിൽ ദൈവം അതിനെ കാണിച്ചു തരും. God protects children's mother cannot reach. അമ്മമാരെത്താത്തടുത്ത് ദൈവം എന്ത് ചെയ്യുന്നു? മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ കൂട്ടത്തിൽ മക്കളെ പുറത്തൊക്കെ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്ന എത്ര പേരുണ്ട്? കൈ വെക്കാമോ? ഇത്രയും പേരെയുള്ളൂ? യാ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കണ്ടില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? ദൈവം. ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ദൈവത്തിനൊരു ഹല്ലേലൂയ പറഞ്ഞ്. താങ്ക് യു. എൻ്റെ ആദ്യത്തെ പോസ്റ്റിങ് ആന്ധ്രാപ്രദേശിലായിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് ജനശതാബ്ദി ജയന്തി ജനത ട്രെയിനിലാണ്. ഒരു നൈറ്റ് മുഴുവനും യാത്ര ചെയ്യണം. ഞങ്ങൾ നടന്നു വരുമ്പോൾ നാമക്കൽ, സേലം, ഡിണ്ടിഗൽ അങ്ങനെ ഒരുപാട് സ്റ്റോപ്പുകളിലൂടെ വന്നേക്കുന്നത്, കോയമ്പത്തൂർ. അപ്പോൾ ഞങ്ങൾ ഉച്ചയാകുമ്പോൾ ട്രെയിനിൽ കയറും, പിറ്റേന്ന് വെളുപ്പിനെ കേരളത്തിലെത്തുള്ളൂ. അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്ത് പകുതി എത്തുമ്പോഴേക്കും കോളേജ് കുട്ടികൾ കയറും. ബിക്കോസ് കോയമ്പത്തൂർ കോളേജുണ്ട്, സേലത്തുണ്ട്, ഇവിടെ നിന്നെല്ലാം കോളേജ് കുട്ടികൾ ട്രെയിനിൽ കയറും. പറയുന്നതിനകത്ത് എനിക്ക് പ്രയാസമില്ല. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിള്ളേരെല്ലാം വേറെ ലെവലാണ്. അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സീറ്റിലല്ല അവരിയ്ക്കുന്നത്. ഒരു പെൺകുട്ടിയും 4 ആണുങ്ങളുമായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അത് അവരുടെ ഒരു ഫ്രീഡമാണ്. നമ്മളാരും ചോദിക്കാൻ പോലും പറ്റില്ല, അടി കിട്ടും. അതുകൊണ്ട് നമ്മളും കണ്ടില്ല എന്നടിക്കും, നമ്മൾ നമ്മുടെ പാട്ടിനും. ഞങ്ങളൊരു ദിവസം ഇരുന്ന കമ്പാർട്ട്മെൻറ്റിൽ കുറേ ആൺകുട്ടികളും 2-3 പെൺകുട്ടികളും മാത്രം. ഞങ്ങൾ മിണ്ടാതെ, ഞാനും എൻ്റെ ഭാര്യയും, ഞങ്ങൾക്ക് കുഞ്ഞില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്നു. ഒരുപാട് ബഹളങ്ങളും തമാശകളും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രാത്രി ഏകദേശം ഒരു 11:30 മണിയായി കാണും. ഈ മിഡിൽ ബർത്ത്, ട്രെയിനിൻ്റെ മിഡിൽ ബർത്ത് യാത്ര ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? ഈ മിഡിൽ ബർത്തിൽ ഒരു പെൺകുട്ടി ഇരുന്ന് കുനിഞ്ഞിരുന്ന് മടിയിലൊരു വേദോത്സവം തുറന്നു വെച്ച് മൊബൈൽ വിട്ടത്തിരുന്ന് ബൈബിൾ വായിക്കുക. എന്ന് ആലോചിച്ചോണം. അപ്പം ഞാൻ മനസ്സിലായി ആ കുട്ടിയുടെ ഫെയ്ത്ത് എവിടുന്ന.
ആ കുട്ടി ആ ട്രെയിനിലിരുന്ന് അത്രയും നേരം ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിട്ടുമാറി ഇങ്ങനെ ഇരുന്ന് ബൈബിൾ വായിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അമ്മ കൊടുത്ത വിശ്വാസം എത്ര വലുത്. ഫെയ്ത്ത് ട്രാൻസ്ഫോംഡ് ടു ജനറേഷൻ. നിങ്ങളുടെ മക്കൾ എവിടെയായിരുന്നാലും ദൈവം നിങ്ങളുടെ മക്കളെ എങ്ങനെയായാൽ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ. For women who feel unseen, unheard or unvalued, Hagar teaches that God sees women in their lowest places. Her story speaks to women who feel invisible in their own homes. Her story speaks to women who carry emotional burdens silently. വീട്ടിൽ തന്നെ ആളായിട്ടുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലും ഒരു രീതിയിലും ഒന്നിനും അടുപ്പിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ ഹാഗാറിൻ്റെ കഥ പറയുന്നുണ്ട്, നിങ്ങളെ കാണുന്ന ദൈവം ഉണ്ട്. ക്യാരി ദ ഇമോഷണൽ ഫീലിങ്സ് ഇൻ സൈലൻ്റ്ലി. എത്ര സ്ത്രീകളുണ്ട്, എത്രയോ പേരുടെ മനസ്സിൽ സൈലൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സ് കൊണ്ട് ബേർഡനായിട്ട് നടക്കുകയാണ്. ഡോണ്ട് വറി, അവർ ഗോഡ് ഈസ് എ ലിസണിങ് ഗോഡ്. കേൾക്കുന്ന ദൈവമാണ്. Her story speaks to women who feel used, misunderstood or rejected. Her story speaks to women or parenting alone. Her story speaks to women who are walking through a wilderness session. Your identity is not defined by your past, your pain, or people's opinions. God sees you as his daughter, not as society labels you. നിൻ്റെ തിരിച്ചറിവ്, നിൻ്റെ വേദനയോ നിൻ്റെ ഭൂതകാലമോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നോ എന്നുള്ളതല്ല ദൈവം നിന്നെ മകളായിട്ട് കാണുന്നത്. പ്രിയ ദൈവമക്കളെ, നിൻ്റെ കണ്ണുനീർ ഒരിക്കലും വെറുതെ ആവത്തില്ല. We can see that in Hebrew theology, tears considered as the liquid prayers. When we read the Psalms chapter 56 word 8, we can see that God collects them. ദൈവം കണ്ണുനീര് തുരുത്തിയിൽ എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു. നിന്റെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളുടെ കഥകൾ ദൈവം എന്ത് ചെയ്യുന്നു? റീറൈറ്റ് ചെയ്യുന്നു. God specializes in rewriting the stories of a rejected woman. Hagar becomes the first woman to name God in scripture. ഇനി എത്ര സമയം കൂടെ ഉണ്ട് എനിക്ക്? 20 minutes കൂടെ ഉള്ളു. അത്രയേ ഉള്ളൂ. യോ. Then second one, Hannah, the parenting through prayer. Hannah, the parenting through prayer. ആദ്യത്തെ എന്തുവരെ ഞാൻ പറഞ്ഞു? Parenting through pain. രണ്ടാമത്തെ parenting through prayer. If the Hagar represents the mother in pain, Hannah represents the mother in prayer. Her story is not simply about barrenness. It's about spiritual formation, identity, covenant, faithfulness, and power of persistent prayer. Hannah is not just a woman who prayed for a child. She is a woman who prayed for a nation, shaping the prayer. ഹന്ന എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് മാത്രം പ്രാർത്ഥിച്ച ഒരു സ്ത്രീ അല്ല എന്ന് ഞാൻ പറയുന്നു. മറിച്ച് ഹന്ന ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഹന്നയുടെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അവസാന ന്യായാധിപൻ, മോശയ്ക്ക് ശേഷം ഏറ്റവും വലിയ പ്രവാചകൻ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തവൻ, ഇസ്രായേലിൻ്റെ ആരാധനയെ പുനഃസ്ഥാപിച്ചവൻ,
ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീ ഒരു ജനതയുടെ ദിശ മാറ്റുന്നതായിട്ട് ഹന്നായുടെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കും. Then, as a social background of Hannah's pain, to understand Hannah's social agony, we must understand the ancient Near Eastern world. We can see that in an ancient Near East culture, women's value tied to childbearing. A barren woman was considered cursed, judged by God, socially useless. ഇങ്ങനെ കണ്ടിരുന്നതായ ഒരു സമൂഹത്തിലാണ് ഹാനായും ജീവിച്ചിരുന്നത്. This was not just an emotional pain. It was an economical, social and spiritual pain. ഹന്ന അനുഭവിച്ചത് മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള വലിയ വലിയ വേദനയാണ് ആ സമൂഹത്തിൽ അനുഭവിച്ചത്. ദെൻ സെക്കൻഡ്, ആ കാലത്ത് നിലനിന്നിരുന്നത് പോളിഗാമി ആൻഡ് റിവൽറി. Elkanah had 2 wives. First one is Peninnah and second one is Hannah. Peninnah fertile and Hannah barren. Then Peninnah's fertility gave her social power. അവളുടെ മാതൃത്വം അവൾക്ക് കൊടുത്തത് സമൂഹത്തിലെ അംഗീകാരമായിരുന്നു. Then Hannah's barrenness made invulnerable. തള്ളിക്കളയപ്പെട്ടു. Then third one is temple worship in Shiloh. ദേവാലയത്തിലെ ആരാധനയും ആരാധനാ രീതികളെക്കുറിച്ചും അന്നത്തെ കാലഘട്ടത്തിൽ, this was before the temple in Jerusalem. Shiloh was the center of Israel worship. Then Eli was the high priest. His son were corrected. നമുക്കറിയാം ആരൊക്കെയായിരുന്നു? ഓവ്നി ആൻഡ് ഫീനെഹാസ്. അവർ രണ്ടുപേരുടെയും ജീവിതം പട്ടുപോയി. Into this broken religious system, Hannah brings her broken heart. തകർന്നു പോയ ഒരു ആത്മീക ചുറ്റുപാടിലാണ് ഹന്ന തൻ്റെ തകർന്ന ഹൃദയവുമായിട്ട് എത്തുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്നും ആരാധനയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, ഇന്നും പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. തകർന്ന ഹൃദയവുമായിട്ട് ഹന്നയെ പോലെ ഒരുക്കപ്പെടാൻ ഞാനും നിങ്ങളും തയ്യാറായി തീരണം. തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ട് തീരണം. ദെൻ ഇനി ഈ വേദഭാഗത്തിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട 2 വാക്കുകൾ, അത് പറഞ്ഞില്ലേ എനിക്ക് സുഖം കിട്ടത്തില്ല. ദെൻ Hannah's pain. 1 Samuel chapter 1, the God who hears. Verse 6 says that the God who hears. Her revel provoked her severely to irritate her. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് മീനിങ്, ഇതിൻ്റെ ഒരു ഹീബ്രു പദത്തിൻ്റെ മീനിങ് ടു കോസ് തണ്ടർ ഇൻസൈഡ് ഹർ സോൾ. ഹന്നായുടെ വേദന എന്ന് പറയുന്നത് ഹൃദയത്തിനകത്ത് അവളുടെ ആത്മാവിൽ ഇടിമുഴക്കമുണ്ടാക്കുന്ന വേദനകളായിരുന്നു അവൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഹന്നായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് 6 കാര്യങ്ങൾ പറയാം. 1, ഹനാസ് പെയിൻ. 2, ഹനാസ് പ്രെയർ. 3, ഹനാസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. 4, ഹനാസ് ആൻസർ. 5, ഹനാസ് സറണ്ടർ. 6, ഹനാസ് സേസ്. ഇവിടെ 2ാമത്തെ വാക്ക് ഇടിമുഴക്കമുണ്ടാക്കുന്നതായ വാക്ക്. ഇവിടെ ഹാനാസ് പെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമോഷണൽ, സോഷ്യൽ, സ്പിരിച്വൽ, റിലേഷണൽ ആൻഡ് ഇൻറ്റേർണൽ പെയിൻ ഷീ ഫേസ്ഡ്. ബട്ട് സംടൈംസ് Elkanah, not sometimes, in all times, her husband Elkanah tries to comfort her. Am I not better than you than 10 sons? എൻ്റെ പ്രിയതമേ, 10 പുത്രന്മാരെ കാട്ടി ഏറ്റവും നല്ലതല്ലയോ ഞാൻ നിനക്ക് എന്ന് ആര് പറഞ്ഞു? നിങ്ങളുടെയൊക്കെ എത്ര ഹസ്ബൻഡന്മാർ അങ്ങനെ പറയും? പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? ആരും പറയത്തില്ലല്ലേ? എന്നാൽ മാനസിക വേദന ഒരിക്കലും തർക്കങ്ങളാൽ പരിഹരിക്കാനായിട്ട് പറ്റത്തില്ല. But emotional pain cannot be solved by logical arguments.
Then, before I say that, Hannah's prayer, chapter 1, 1 Samuel chapter 1, 9 to 18. She was in bitterness of soul and prayed to the Lord and wept agonish. In Hebrew, souls crushed into bitterness. ആത്മാവിൽ ദുഃഖിതയായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആത്മാവ് തകർന്ന പ്രാർത്ഥന. This is not a polite prayer. This is a broken heart, soul pouring, covenant shaking prayer. ആത്മാവിനെ ഒഴുക്കുന്ന തകർന്ന പ്രാർത്ഥനയായിരുന്നു. അതിന് ഹീബ്രുവിൽ പറയുന്ന പേരാണ് ഷാഫക്, മീനിങ് ടു pour out completely. അതായത് ഹൃദയത്തിൽ നിന്നെല്ലാം എന്ത് വേണം, ഒഴുകി വരികയാണ്, പകരുകയാണ്. Then we can see that 1 Samuel chapter 1 verses 12 to 16, Hannah's misunderstanding. Eli think she is drunk. This reveals the spiritual decline of Israel, the intensity of leadership, the loneliness of true prayer. Hannah explained, I have poured out my soul before the Lord. This is the same Hebrew verb used sacrifice. ഏലി അപ്രകാരം പറയണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ആത്മീയ തകർച്ചയാണ് പറയുന്നത്. നേതാക്കളുടെ അനാസ്ഥയെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. യഥാർത്ഥ പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് മാത്രം ഹൃദയത്തെ പകരുന്ന, ഒഴുക്കുന്ന ഒരു വലിയ അനുഭവമാണെന്ന് ഹാന നമുക്ക് കാണിച്ചു തരുന്നു. 1 Samuel chapter 1, 17 to 20, Hannah answered that prayer. Eli bless her. Her face changes. She conceives. She gives to birth to Samuel. ഷാമുവേൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? Asked from God. ദൈവത്തോട് ചോദിച്ചു വാങ്ങവൻ. അങ്ങനെ ദൈവം അവൾക്കൊരു മകനെ നൽകുന്നു. അത് കഴിഞ്ഞിട്ടോ ഹാന സറണ്ടർ ചെയ്യുകയാണ്. 1 Samuel chapter 1 verses 21 to 28, she keep her vow. She gives Samuel back to God. She realized what she received. This is the highest form of a motherhood. എന്താണോ എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയത്, ഞാൻ അതിനെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുക. ദൈവം നൽകിയതിനെ ദൈവത്തിന് തിരിച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഇനി എത്ര മിനിറ്റ് കൂടുണ്ട്? 10 മിനിറ്റ് പറ്റുമെന്ന് തോന്നുന്നില്ല. ദെൻ ആറാമത്തെ ഹാന സോങ്. ആദ്യമേ തുടക്കത്തിലേ അത് വായിച്ചു. ഹാന ബിക്കംസ് ദ ഫസ്റ്റ് വിമൻ ഇൻ സ്ക്രിപ്ചർ സിംഗ് a prophetic song. Her song becomes the theological foundation for Mary's Magnificat, Israel's prophetic tradition. God reveals theology. Her theology is deep in God reveals destinies. God lifts the barren. God breaks the bows of mighty. God exalts the humble. മറിയയുടെ ഗാനമെന്ന് പറയുന്നത് വിധികളെ മാറ്റുന്ന പാട്ട്, വന്ധ്യയായവളെ ഉയർത്തുന്ന പാട്ട്, ശക്തരുടെ വില്ലുകൾ തകർക്കുന്ന പാട്ട്, ദൈവം താഴ്ന്നവരെ ഉയർത്തുന്നു എന്ന പാട്ട്, ദൈവം വിശുദ്ധരെ കാക്കുന്നു എന്ന പാട്ട്. അതാണ് ദ സോങ് ഓഫ് ഹന്ന. പ്രിയപ്പെട്ടവരെ, യുവർ prayer can shape your child's destiny. മനസ്സിൽ കുറിച്ചിട്ടോ, your prayer can shape your child's destiny. Your tears are not wasted, they are the seeds. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ മക്കളുടെ ഭാവിയെ രൂപപ്പെടുത്തും. നിങ്ങളുടെ കണ്ണുനീർ വെറുതെ ആവില്ല, അത് നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകളാണ്. Your woe matters. God honors commitment.
നിന്റെ നേർച്ച ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ വിലപ്പെട്ടതാണ്. യുവർ സറണ്ടർ റിലീസസ് ഗോഡ്സ് പർപ്പസ്. നിന്റെ സമർപ്പണം ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നിനക്ക് തുറന്നു തരും. ആർ യു എ കമ്മിറ്റ്മെൻറ്റ്? നിങ്ങൾക്ക് ദൈവത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? ദെൻ ലാസ്റ്റ് വൺ, യുവർ വർഷിപ്പ് ക്യാൻ ബിക്കം യുവർ ചൈൽഡ്സ് ഫൗണ്ടേഷൻ. നിങ്ങളുടെ ആരാധനയാണ് നിങ്ങളുടെ മക്കളുടെ ഭാവിയുടെ അടിസ്ഥാനമായി തീരുന്നത്. For a woman who are praying, waiting or carrying silent pain, Hannah teaches that God hears the prayers of broken women. ഇന്നിവിടെ ആരെങ്കിലും തകർന്നിരിപ്പുണ്ടെങ്കിൽ, ഹൃദയത്തെ തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആവലാതിപ്പെടുന്നുണ്ടെങ്കിൽ, ഭാവിയെക്കുറിച്ച് ആവലാതിപ്പെടുന്നുണ്ടെങ്കിൽ, ഹന്നയെ പോലെ വിതുമ്പാൻ തയ്യാറാക്കിക്കോ. Her story speaks to women who are waiting for answers, who feel barren emotionally, spiritually or relationally, who face humiliation or misunderstanding, who face silently. നിങ്ങളെ കാണുന്ന ഒരു ദൈവം ഉണ്ട്. Your prayers is more powerful than your situation. നിങ്ങൾ ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന അവിടെ വലുതായിരിക്കും. God honors honest prayer more than equivalent prayer. She poured out to her soul, not a poetry. ഹൃദയത്തെ ഒഴുക്കുന്ന പ്രാർത്ഥന. അവസാനിപ്പിക്കുന്നു. മൂന്നാമത്തെ ആളിലേക്ക് വരാം. 2 പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. The parenting, Hagar, the parenting pain, then Hannah parenting prayer, then Mary parenting through surrender, കീഴടങ്ങൽ. If the Hagar represent the mother in pain and Hannah represented the mother in prayer, Mary represented the mother in purpose. She is the woman who teaches that surrender is the womb of divine destiny. Mary is not simply a young girl chosen for a miracle. She is a woman chosen for a mission. Her mother God is not a biological alone. It is a theological, prophetic, missional and generational. ഹാഗാർ ഒരു വേദനയിലുള്ള അമ്മയെ പ്രതിനിധാനം ചെയ്തു. ഹന്ന ഒരു പ്രാർത്ഥിക്കുന്ന അമ്മയെ പ്രതിദാനം ചെയ്തു. മറിയ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു അമ്മയെ പ്രദാനം ചെയ്തു. സമർപ്പണം ഉള്ള ഹൃദയമെന്ന് പറയുന്നത് ദൈവം ജനിക്കുന്ന ഗർഭപാത്രങ്ങളെ ഒരുക്കുന്ന ഇടമാണ്. പറഞ്ഞു മനസ്സിലായോ? സമർപ്പണം എന്ന് പറയുന്നത് ദൈവം ജനിക്കുന്ന ഗർഭപാത്രങ്ങളെ ഒരുക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ഇവിടെ കാണാം, now we move to the climax of Mary's motherhood on the cross. Then the Luke chapter 23 verses 28, Jesus' word to the women. As Jesus carries the cross, women are weeping. Jesus turns and says, "Daughters of Jerusalem, do not weep for me. എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട. Weep for yourself and your own children." നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കരവീൻ, നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരവീൻ. This is a prophetic statement. In Greek word study kaleo, meaning deep, loud, uncontrollable weeping. Jesus saying, your tears are needed, but not for me. Cry for your generation, cry for your children, cry for your future. നിങ്ങളുടെ കണ്ണീര് എനിക്ക് വേണ്ട, നിന്റെ മക്കൾക്ക് വേണ്ടി കരാ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരാ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരയുക. This is a parenting theology. Then Mary's parenting through a mother tears are not for the past. They are for the future. ഒരു അമ്മയുടെ കണ്ണീരെന്ന് പറയുന്നത് പഴയതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, അല്ലേ? പിന്നെയോ ഫ്യൂച്ചറിനെ ഓർത്ത്
കരയാനാ? 102ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഭാര്യയോട് ചുറ്റും കൂടി വന്നിരുന്ന എല്ലാവരും ചോദിച്ചു, എങ്ങനെയുണ്ടമ്മ 102 വർഷം നിങ്ങൾ വിവാഹ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിരുന്നു? വളരെ ഹാപ്പി ആയിരുന്നു, കുഴപ്പമില്ല, തരക്കേടില്ല. എന്നാൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതിയാൻ എന്നെ കാണാൻ വരുന്നതിന് മുമ്പിട്ട് എനിക്ക് ഒരുപാട് കല്യാണാലോചനകൾ വന്നതായിരുന്നു. എത്ര നല്ല കല്യാണാലോചനകൾ വന്നതായിരുന്നു. പിന്നെ അവസാനം ഇദ്ദേഹത്തെയാണ് എനിക്ക് എത്രാമത്തെ വിവാഹ വാർഷികമോ 102 ഓർത്തിരിക്കുന്ന എന്ന അന്നത്തെ കാര്യമാണ്. നിങ്ങളുടെ കണ്ണീര് പഴയതിനെ ഓർത്ത് കരയാൻ വേണ്ടിയിട്ടല്ല, ഫ്യൂച്ചറിനെ ഓർത്ത് കരയാനായിട്ടാണ്. യെരുശലേം പുത്രിമാരെ, എന്നെക്കുറിച്ച് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയിൻ. Hagar cried for survival. Hannah cried for her child. Mary cried for a generation. Jesus affirms Mary's calling. Cry for your children. This is the heart of Christian motherhood. Cry for your salvation. Cry for your future. Cry for their holiness. Cry for their protection. Cry for their destiny. A mother tears shapes a generation. ഒരമ്മയുടെ കണ്ണീരെന്ന് പറയുന്നത് ഒരു തലമുറയെ രൂപപ്പെടുത്തും. ഇനി എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 1 മിനിറ്റ്. തീർന്നു. ഈ ശബ്ദം കേട്ടിട്ട് പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി ഒരാളെ കൊണ്ട് പാട്ട് പാടിക്കാം. അതൊക്കെ സസ്പെൻസാണ്. ഞാനൊരു വൈദികനാവാൻ ആഗ്രഹിച്ചത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. എൻ്റെ അപ്പനാണ് എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു ആഗ്രഹം ആദ്യമേ ജനിപ്പിച്ചത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നാൾ മുതൽ എൻ്റെ അപ്പൻ എല്ലാ കൺവെൻഷനും, മാരാമൻ കൺവെൻഷനും അതുപോലെ തന്നെ കൊട്ടാരക്കര കൺവെൻഷനും ഒക്കെ കൊണ്ടുപോയി ശനിയാഴ്ച ഡെഡിക്കേഷൻ സർവീസിൽ കൊണ്ടുപോയി ഡെഡിക്കേഷൻ സമർപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അതിനനുസരിച്ച് ഇങ്ങനെ ഓറിയൻ്റായി വരികയാണ്. 1997 നവംബർ 18-ാം തീയതി എൻ്റെ പപ്പ 36ാമത്തെ വയസ്സിൽ ബ്രെയിൻ ഹാമറേജ് വന്ന് മരണപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് ആൾ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. അതിനുശേഷം ഹാഗാറിൻ്റെ ജീവിതവും ഹന്നായുടെ ജീവിതവും മറിയയുടെ ജീവിതവും ഒക്കെ ഒരുമിച്ച് അനുഭവിച്ച ആളാണ് എൻ്റെ അമ്മ. മരണം കഴിഞ്ഞ് എൻ്റെ അപ്പനെ അടക്കിയിട്ട് വീട്ടിൽ വന്നപ്പോൾ ബന്ധുമിത്രാദികളെല്ലാം വന്ന് എൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, മോനെ, ഇനി നീയാണ് വീടിൻ്റെ ഭാവി നോക്കേണ്ടത്, നീയാണ് എല്ലാം നോക്കേണ്ടത്, അതുകൊണ്ട് നീയാണ് നോക്കേണ്ടത്. ആളും ആരവും എല്ലാം ഒരാഴ്ച കൊണ്ട് തീർന്നു. പിന്നെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും. സത്യം പറയാം, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാത്ത ദിവസങ്ങൾ, ജീവിതം എങ്ങനെ നയിക്കും എന്ന് അറിയാത്ത നാളുകൾ. ഒരു രാത്രി എൻ്റെ അമ്മ വിചാരിച്ചു, എല്ലാവരെയും ഒറ്റ നിമിഷം തീർക്കാം, അവസാനിപ്പിക്കാം. കയ്യിൽ ഉറക്ക ഗുളികയെല്ലാം എടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു വലിയ തണുപ്പ് അനുഭവപ്പെട്ടു. എൻ്റെ അമ്മയുടെ കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ അമ്മയ്ക്ക് ആ ഗുളിക എടുത്ത് വായിലോട്ട് വയ്ക്കാനൊക്കാത്ത അവസ്ഥ. നോക്കിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന 2 കൊച്ചു പൈതങ്ങൾ. ഞാനന്ന് 6ാം ക്ലാസ്സിലും എൻ്റെ അനിയൻ 4ാം ക്ലാസ്സിലും. അമ്മ ചോദിച്ചു, ഞാൻ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? അന്ന് എൻ്റെ അമ്മ ഒരു സ്വപ്നം കണ്ടു, ഒരു കൈ എൻ്റെ അമ്മയെ പിടിക്കുന്നത്. ഇന്ന് 28 വർഷങ്ങൾ പിന്നിലോട്ട് നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ഹാഗാറിനെ കരുതിയ ഒരു ദൈവം കൈവിടാത്ത ദൈവമായി കൂടെയുണ്ട്. ഹന്നായുടെ സമർപ്പണത്തെ മാനിച്ചൊരു ദൈവം കൈവിടാത്തൊരു ദൈവമായി കൂടെയുണ്ട്. മേരിയുടെ സമർപ്പണത്തെ മാനിച്ചൊരു ദൈവം കൈവിടാത്ത ദൈവമായി കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, യുവർ സറണ്ടർ ഇൻവൈറ്റ്സ് ഗോഡ്സ് പർപ്പസ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ സമർപ്പണം ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും.
ഞാനൊരു പട്ടക്കാരനായി കുപ്പായമിട്ട് ആദ്യത്തെ കുർബാന ചൊല്ലാൻ ആഗ്രഹിച്ചത് എൻ്റെ അപ്പനായിരുന്നു. പക്ഷേ എൻ്റെ പള്ളിയിലെ മദ്ബഹായുടെ സൈഡിലത്തെ ജനൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നത് എൻ്റെ അപ്പൻ്റെ കല്ലറയാണ്. കുർബാന എടുക്കുമ്പോൾ എൻ്റെ സൈഡിൽ തന്നെ എൻ്റെ പിതാവ് ഉണ്ട്. പക്ഷേ ഒരായുസ് കൊണ്ട് കഷ്ടപ്പെടാവുന്നതും ഒരായുസ് കൊണ്ട് അത് അനുഭവിക്കാവുന്നതൊക്കെ അനുഭവിച്ച ഒരമ്മയാണ് എൻ്റെ അമ്മ. അതുകൊണ്ടാണ് ഇന്ന് ഈ 3 പേരുടെ ജീവിതങ്ങൾ നിങ്ങളിലേക്ക് പകരാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയത്. ഞാൻ വലിയ മിടുക്കനല്ല, വലിയ പവർഫുള്ളായിട്ട് ആളല്ല. പക്ഷെ ദൈവം ഓരോ നിമിഷവും ശക്തീകരിക്കുന്നു. ദൈവം ഓരോ നിമിഷവും ബലപ്പെടുത്തുന്നു. യുവർ ഒബീഡിയൻസ് ബ്രിങ്സ് ക്രൈസ്റ്റ് ഇൻ ടു യുവർ ഫാമിലി. നിൻ്റെ അനുസരണം ക്രിസ്തുവിനെ നിൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. യുവർ ടീയേഴ്സ് ആർ ഇൻ്റർസെഷൻ ഫോർ യുവർ ചിൽഡ്രൻ. നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും നിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്നെ ചൊല്ലി കരയാതെ നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയാൻ. യുവർ ഫെയ്ത്ത് ക്യാൻ പ്രൊട്ടക്റ്റ് യുവർ ജനറേഷൻ. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് നിൻ്റെ തലമുറയെ രൂപപ്പെടുത്തും, നിൻ്റെ തലമുറയെ ബലപ്പെടുത്തും. യുവർ മദർഹുഡ് ഈസ് എ ഡിവൈൻ കോളിംഗ്, നോട്ട് എ ഹ്യൂമൻ റോൾ. മാതൃത്വം എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ കോളിംഗ് ആണ്. പെർഫെക്ഷൻ അല്ല മക്കളിൽ നിന്നും ആഗ്രഹിക്കേണ്ടത്. സറണ്ടർ, ഡെഡിക്കേഷൻ, അതാണ് മക്കളിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത്. എപ്പോൾ പെർഫെക്ഷനിൽ വന്ന് വീണു പോകുന്നോ അവിടെ നമ്മുടെ മക്കൾ അന്യപ്പെട്ടു പോകും. God sees you. Hagar teaches God sees you in each and every moment. ഓരോ നിമിഷവും ദൈവം നിന്നെ കാണുന്നുണ്ട്. ഹന്ന ടീച്ചേഴ്സ് ഗോഡ് ഹിയേഴ്സ് യു. ഹന്ന പഠിപ്പിക്കുന്നു ദൈവം നിന്നെ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നു. മേരി ടീച്ചേഴ്സ് ഗോഡ് യൂസസ് യു. നിന്നെ ദൈവം ഉപയോഗിക്കും. ജീസസ് ടീച്ചേഴ്സ് ഡു നോട്ട് ക്രൈ ഫോർ ദ പാസ്റ്റ്, ക്രൈ ഫോർ യുവർ generation. Women of God, your tears, your prayers, your surrender will shape your children, your family, and your generation. God bless you all.